ഓരോ തവണ നമ്മൾ തായ്ലൻഡിൽ വരുമ്പോഴും വി ആർ ഫോളോയിങ് ഇൻ ലവ് മോർ ആൻഡ് മോർ. എന്താ കാരണം എന്ന് ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാം. Hi guys, good morning. Welcome to our new vlog and our last vlog for this month from Bangkok. കാരണം അടുത്ത മാസം ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് ഈ വഴി ചൈനയിലേക്കൊക്കെ പോവാണ്. സോ കൗ യായ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ഇവിടെ വാട്ടർഫോൾസ്, ഹൈക്കിംഗ്, ട്രെക്കിംഗ്, ആനിമൽ ഫാംസ്, കുറേ ഫാമിലി ആക്ടിവിറ്റീസ് ആൻഡ് ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല ബിക്കോസ് പ്രിയ ഇസ് നോട്ട് ഇൻ ദ ഹെൽത്ത് കണ്ടീഷൻ ടു ഡു ദാറ്റ്. സോ വേറൊരു ആസ്പെക്ട് ഓഫ് കൗ യായ് ഉണ്ട്. ഇതുപോലത്തെ ഒരു ഫോറസ്റ്റ് പാർക്കിൻ്റെ ഏരിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് ഫോർ ഫുഡ് ആൻഡ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അത് ഈ ഒരു അടുത്ത ചുറ്റുപാടിലുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം. സോ ദാറ്റ് നിങ്ങൾ കൗ യായ് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയും ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യാമെന്നുള്ളൊരു വ്യൂ ആയിരിക്കും. പക്ഷെ എന്തായാലും ഞങ്ങളുടെ ഹോട്ടൽ റൂമിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം രാവിലെ തന്നെ. ഹൗ പ്രിറ്റി ഇസ് ദിസ് പ്ലേസ്. രാവിലെ മൗണ്ടൻസും ചെടികളും ഗോൾഫ് കോഴ്സും. ഇറ്റ്സ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റണിങ്. ലവ് ദിസ് പ്ലേസ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഒരു ദിവസം കൂടെ ഇവിടെ നിന്നിട്ട്? പയ്യെ എഴുന്നേറ്റു. ഇപ്പൊ നല്ല സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ പോകുന്നു. ശബ്ദം കേട്ട് ഉറങ്ങി. ടോട്ടൽ ഡിഫറെന്റ് ഫ്രം ബാങ്കോക്ക്. നോ, ഇനി എപ്പോഴും കൗ യായിൽ വരണം എന്ന് പറയില്ലേ? പോയാ മതി. തിരിച്ചു പോകുന്നതിന് 2 ദിവസം ലാസ്റ്റ് റിലാക്സിങ്ങിന് കൗ യായ് വരുക. പക്ഷെ ഇന്ന് പോകുന്ന സ്ഥലങ്ങളും കൂടെ കണ്ടു കഴിയുമ്പോ കുറച്ചും കൂടെ വരാൻ തോന്നും. പോവാം. നല്ല രസമുണ്ട്. ആൻഡ് കറക്റ്റ് തീം കമ്മല ഇട്ടിരിക്കുന്നത്. അതിന്റെ കാര്യം എന്താ, ഇത് വ്ളോഗില് പയ്യെ പറയാം. മാച്ചിക ഡ്രസ്സും നല്ല കളർഫുൾ, ഹാപ്പി, ഫ്രഷ് യു ലുക്ക്. നൈസ്, വെരി നൈസ്. എല്ലാം ശരിയായി തോന്നുന്നു. ആ ലൂസായ സ്ക്രൂ ടൈറ്റ് ആയി. ഇന്നലെ ഊഞ്ഞാലിന്ന് വീണത് ഞാൻ കാണിക്കണ്ടേ, എങ്ങനെ വീണെന്ന് പറയാ. എനിക്ക് ആ കൂടെ ഉള്ള റിഗ്രറ്റ് ഇവിടുത്തെ നമുക്ക് ഹൈക്കിംഗ് ട്രെയിൽസും വാട്ടർഫോൾസും വ്യൂ പോയിന്റ്സ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്തായാലും കൗ യായ് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഈവൻ നല്ല റോഡ്സ് ആണ് കേട്ടോ. ഇത്ര ഉൾപ്രദേശമാണെങ്കിൽ നല്ല ട്വിസ്റ്റി വൈൻഡിങ്, ഓടിക്കാൻ നല്ല റോഡ്സ് ആണ്. നോക്ക് എന്തൊരു പച്ചപ്പ, ബ്യൂട്ടിഫുൾ. ഒരുപാട് ഹൈക്കിംഗ് ട്രെയിൽസ് ഒക്കെ ഉണ്ട് ഇവിടെ. ആൻഡ് നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ സ്ഥലത്ത് വേറെ രീതിയിലുള്ള എന്റർടൈൻമെന്റും ഫുഡൊന്നും കാണില്ലാന്ന്. പക്ഷെ ആ പെർസെപ്ഷൻ ഒക്കെ നിങ്ങളുടെ ഇപ്പൊ മാറ്റുന്നതായിരിക്കും. എന്റെ അമ്മോ, ഇത്രയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടാ. ഇത് എങ്ങനെയാണ് ഈ ഒരു ഗുദാമില് കാറില്ലാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന കാര്യം ആലോചിക്കണ്ട. താര കഫേ, ഏതോ ഉൾഭാഗത്തിൽ അവര് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കഫേ. എന്താ ഇത്? ബാങ്കോക്കോ പട്ടായയോ ഫുക്കറ്റോ ക്രാബിയോ ഒന്നുമല്ല, ഏതോ ഉൾഭാഗത്തിലൊരു സ്ഥലമാ. ഇപ്പൊ അകത്ത് കയറുമ്പോ നോക്കിക്കോ. എന്താ കൗ യായ് എങ്ങനെയുണ്ട്? കൗ യായ് ഹെവൻലി പ്ലേസ്. പുറത്ത് നിന്നപ്പോഴേ വെള്ളത്തിന്റെ ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് എന്താ ഇവിടെ ഇങ്ങനെ, കടലില്ലല്ലോ, പിന്നെ എന്താ ഇത് ഇങ്ങനെ. അകത്ത് കയറി നോക്കിയപ്പോ വാട്ടർഫോൾ. ആദ്യമേ നമുക്ക് ഇവിടുത്തെ ഒരു ടൂർ എടുത്തിട്ട് പോവാം. ഓക്കെ, ഇത് എന്ത് ഭംഗിയത്. ഈ ഫ്രെയിം ഒക്കെ കണ്ടാ തന്നെ ഉണ്ടല്ലോ. യാ, ഓ ബ്യൂട്ടിഫുൾ. നോ, നോക്ക് ഇവിടെ വാട്ടർഫോൾ, പുക, ഒരു തണുപ്പും ഉണ്ട് ഇതിന്റെ അകത്ത്. ഫീല്. വേറൊരു കാര്യം എന്താ അറിയോ, തായ്ലൻഡ് അറിയാലോ വേൾഡിലെ വൺ ഓഫ് ദ
ടോപ്പ് 3 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നാ. ഇവിടെ ലോക്കൽ ടൂറിസ്റ്റേ കൂടുതലുള്ളൂ. ആ വളരെ കുറവാണ്. ഏത് ഫോറിനറെ കണ്ടേ? ഒരു ഇന്ത്യൻ ഫാമിലിനെ മാത്രം നമ്മൾ കണ്ടു, അത്രേ ഉള്ളൂ. ഫുൾ കറങ്ങിയിട്ട് ബാക്കിയുള്ള നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഏരിയയൊക്കെ. ആ വെഡിങ് ആനിവേഴ്സറി തായ്ലൻഡ് ബാങ്കോക്കിലാണ് പോയെ. അത് നല്ല ഫുഡായിരുന്നു അല്ലേ, ഭയങ്കര ടേസ്റ്റ്. ഏകദേശം ഇതുപോലത്തെ സ്ഥലമായിരുന്നു. ഇതില് അവരൊരു ഗാർഡൻ സെറ്റിംഗിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ നോക്കിക്കേ, ശരിക്കും കംപ്ലീറ്റ് ചെടികളാണ്. എവിടെ കൂടെ നടന്നാലും ഇത് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് തന്നെ എനിക്കത് ഒരു ദിവസം പോവല്ലോ. നാട്ടിലല്ലേ ഒരു കഫേ വെച്ച, പക്ഷെ ഇതിന് വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അതൊന്നും തപ്പട്ടെ. സോ ഇനി നമ്മളിങ്ങനെ നേരെ പോകുമ്പോൾ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. സോ ഇത് കയറാൻ മിനിമം 40 ബാത്ത് ആണ്. പക്ഷെ അത് നമുക്ക് ഇവിടുത്തെ ഡ്രിങ്ക്സിനൊക്കെ റിഡീം ചെയ്യാം. എത്ര കോസ്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എന്തായാലും ചെക്ക് ചെയ്യട്ടെ. ബട്ട് ഇറ്റ് ഈസ് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണിത്, വേർത്ത് ഇറ്റ് ആണ്. പിന്നെ എന്താണെന്നറിയോ, നമ്മൾ ഇങ്ങനെയൊക്കെ പോയിട്ട് നമ്മൾ വിചാരിക്കും ഭയങ്കര ഔട്ട്ഡോർ ആയിരിക്കും, അതും ഇതൊക്കെ ആയിരിക്കും. ദേ ഹാവ് എയർ കണ്ടീഷൻ സ്പേസ് ഓൾസോ ഇൻസൈഡ്. നോക്കിക്കേ, ഇത്ര ഇവിടെ ചൂടുണ്ടെങ്കിൽ ഇരിക്കാനായിട്ട് ഒരു ഇംഗ്ലീഷ് സെറ്റിംഗിലുള്ള ഒരു എയർ കണ്ടീഷൻ സീറ്റിംഗ്. ഓ ഇതൊന്നും അല്ല, ഇനി ഇവിടുത്തെ ഒരു സംഭവം ഉണ്ട്. ഇങ്ങോട്ട് വാ, ഇവിടെ വാ. ഞാൻ ഈ ഒരു ഫ്രെയിം വെച്ചിട്ടില്ലേ, ഇവിടെ നിന്ന് നിങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ തോന്നുന്നുണ്ടോ? ഒരു വൈബാണോ? ഒരു ഫ്രെയിം അടിപൊളിയാണോ? നോക്കിയിട്ട് പറ, കമന്റ് ചെയ്യാ. ദിസ് ഇസ് ഹൗ ബ്യൂട്ടിഫുൾ കൗ യായ് ഈസ്. ആ കൂടെ ഉള്ള കൺഫ്യൂഷൻ എവിടെ ഇരിക്കണം എന്നാണ്. ഇവിടെ ഇരിക്കണോ, അതോ മുകളിൽ കുടയുള്ള അടുത്ത് ഇരിക്കണോ, റിവറിന്റെ തൊട്ട് സൈഡിൽ ഇരിക്കണോ, AC ഇരിക്കണോ, എന്താ ചെയ്യണ്ടേ? മാറി മാറി ഇരിക്കാം. ചലഞ്ച് പ്രിയക്ക് എന്ത് ഫ്ലേവറാ? ബ്ലൂബെറി കണ്ടായിരുന്നു. തീർന്നു. റോങ്. ബില്ല് കൊടുത്തോണം കേട്ടല്ലോ. തെറ്റ് പറയുന്നവര് ബില്ല് കൊടുക്കുക. ഞാൻ കുടിക്കട്ടെ. എന്നാ പിന്നെ എന്തിനാ പറയാൻ നിക്കുന്നത്? എനിക്ക് പറയാൻ പറ്റില്ല. ഒന്നിന്റെ ടേസ്റ്റ് അറിയില്ല, അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. എന്താ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധനത്തിന്റെ ടേസ്റ്റ് അറിയില്ല. ചിക്കൻ മാറിന് ഫിഷാന്ന് പറഞ്ഞു കൊടുത്താലും അത് കഴിച്ചോളൂ. എന്താന്ന് പറയട്ടെ? സ്വീറ്റ് പൊട്ടേറ്റോ. സ്വീറ്റ് പൊട്ടേറ്റോ മിൽക്ക് ഷേക്ക്, അതില് 115 ബാത്ത്. സ്വീറ്റ് പൊട്ടേറ്റോ കണ്ടിട്ടില്ലേ? പർപ്പിൾ സ്വീറ്റ് പൊട്ടേറ്റോ, അതിന്റെ ഡ്രിങ്ക് കൊള്ളാവോ? ഇത് നമ്മുടെ പോർക്ക് ഫ്രൈഡ് റൈസ്. ഇത് പോർക്ക് നക്കിൾ സ്റ്റർ ഫ്രൈ ചെയ്തിരിക്കുന്നു തായ് ഹെർബ്സിൽ. ഇത് നമ്മുടെ പോർക്ക് ഓംലെറ്റ് വിത്ത് റൈസ്. അത് സ്വീറ്റ് പൊട്ടേറ്റോ ഷേക്ക്, എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ആ ഫ്രൈഡ് റൈസ് കുറച്ച് കഴിച്ചു നോക്കി. എല്ലാത്തിനും കൂടെ ഈ ഒരു ആംബിയൻസും എന്താ അല്ലേ? രാത്രി എന്നിട്ട് നമ്മുടെ കിഡ്ലെ റൂമിലും പോയി റിലാക്സ് ചെയ്യാം. റിലാക്സിങ്ങിന്റെ അറ്റമാണിത്, അറ്റം. ഇതിന്റെ അപ്പുറം ഇല്ല. ഇനി ഈ പോർക്ക് നോക്കട്ടെ. പോർക്ക് നക്കിളാണ് അത്. ഇതിൽ കുറച്ച് ചില്ലി സോസിൽ മുക്കിയിട്ട്, ഓ ഈ പോർക്ക് നക്കിൾ എന്ന് പറഞ്ഞാൽ നല്ല ഫാറ്റ് ഉള്ള പീസസ് ആണ്. ചില്ലി ഉണ്ടല്ലോ, കാന്താരിയും വിനേഗറിയും എല്ലാം കൂടി ഇട്ടതാണ്. സോ ആ വിനേഗറൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന്റെ ഫാറ്റ് നമുക്ക് അത്യാവശ്യം മട്ടിക്കാതെ കഴിക്കാൻ പറ്റും. ഓ ഭയങ്കര ടേസ്റ്റ്. അതിൻ്റെ കൂടെ കുറച്ച് ഗാർലിക് ഇതേ വറുത്ത് മുകളിൽ ഇട്ടിട്ടുമുണ്ട്. പെർഫെക്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ പൊട്ട ഫുഡ് കൊടുത്താൽ ആൾക്കാർ ഇവിടെ വരും. എന്നിട്ട് നല്ല ഫുഡ് അത്യാവശ്യം നല്ല റേറ്റിലാണ് കൊടുക്കുന്നത്. വലിയ എക്സ്പെൻസീവ് അല്ല. ഈ ഒരു ആംബിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പൊട്ടയല്ല, അതാ പറഞ്ഞ നല്ല ഫുഡാണ് കൊടുക്കുന്നത് ഇവര്. ഇതൊരു കിട്ടില്ലം കോമ്പിനേഷൻ ആണ്. ഈ മുട്ടയുടെ അകത്ത് പോർക്കാണ്. സോ അത് ഒരു ഭയങ്കര മൗത്ത്ഫുൾ ആണ്. ഈ മുട്ട ഡീപ്പ് ഫ്രൈ ചെയ്യും. നമ്മൾ പപ്പടം മറക്കില്ല, അതുപോലെയാണ് ഈ തായ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. സോ ഞാൻ ഈ കാന്താരി മുളകിന്റെ അച്ചാറും ഇട്ടു, സോസും ഇട്ടു, ഈ പോർക്കും ഈ റൈസും എഗ്ഗും ഈ 4ഉം കൂടെ കഴിച്ചു കഴിയുമ്പോൾ ചെടി വേണ്ടാതെ വന്നാണ്, വിളിക്കാത്ത അതിരിയാണ്. ഇത് 4ഉം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഓ ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര വൈബായി പോയിട്ടാ, ഭയങ്കര ഫീലായി പോയി. എൻ്റെ ബെസ്റ്റ് പാർട്ട്, ഇതൊക്കെ നമ്മൾ വേറെ യൂറോപ്യൻ കൺട്രീസോ അല്ലെങ്കിൽ ഗൾഫൊക്കെ ആണെങ്കിൽ എന്ത് പൈസ കയ്യിൽ നിന്ന് പോയി ഇങ്ങനത്തെ സ്ഥലത്ത്. ഇവിടെ നിന്നാണെങ്കിൽ എനിക്കൊന്ന് നമ്മളിപ്പോൾ ഇത്രയും കഴിച്ചെന്ന് ഒരു 1200 rupees ഇൻക്ലൂഡിങ് എൻട്രൻസ്. ആ
അത്ര വരാൻ സാധ്യതയുള്ളൂ. ഒരു 200, 400, 500, 6,400 റുപ്പീസ് വരുമായിരിക്കും. നല്ല ടേസ്റ്റും എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഇമാജിൻ കമ്മിങ് ഹിയർ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഓൾ, സിറ്റിംഗ് ഹിയർ, ഫ്രണ്ട്സും വേദും എല്ലാവരുമായിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ ഇരിക്കാം. ആ കൂടെ 1,500 രൂപ ചെലവാക്കിയാലും മതി. അല്ല 11 o'clock വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഇവർ അടയ്ക്കുന്ന 5 മണി വരെ ഇവിടെ ഇരിക്കാം. 5 മണിക്ക് അടയ്ക്കും. ചൂടെടുത്താലോ AC പോയിരിക്കാം, തിരിച്ചിവിടെ വന്നിരിക്കാം. അടിപൊളി. അപ്പൊ ഞാൻ ഒരു സ്ഥലത്തും കൂടെ കൊണ്ടുപോകാം. അത് ഇതിന്റെ ടോട്ടൽ ഡിഫറെന്റ് വൈബാ. ഇത് കുറെ പച്ചപ്പും വാട്ടർഫോളും ഒക്കെ അല്ലേ, അത് വേറെയാ. ഞാൻ എന്താണ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ മാക്സിമം കാണിക്കുന്നത് അറിയാം. ഇപ്പോൾ ഫാമിലി ആയിട്ട് ഹോളിഡേയ്സ് വരുന്നവർക്ക് അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് എല്ലാവരും ഹൈക്കിങ്ങിനും ഓടിച്ചാടി നടന്ന് 10 സ്ഥലങ്ങൾ ഒരു ദിവസം കണ്ട് എക്സോസ്റ്റഡ് ആയി വെക്കേഷൻ വരുന്നതിനെ കാട്ടി കൂടുതൽ ടയർഡായിട്ടാണ് കുറേ ആൾക്കാർ തിരിച്ചു പോകുന്നത്. പക്ഷേ വെക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ് വരുന്നവർക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആക്ച്വലി വ്ളോഗ്സ് വളരെ കുറവായിരിക്കും, ഓൾമോസ്റ്റ് ഇല്ലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഡെഫിനറ്റായിട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് നടക്കാനും ഹൈക്കിങ്ങും അല്ലെങ്കിൽ എക്സ്ട്രീം വെതേഴ്സിലൊക്കെ ഉള്ളതായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒറ്റയ്ക്ക് ജപ്പാനിൽ പോയപ്പോഴൊക്കെ അങ്ങനെ ചെയ്തത്. പക്ഷേ ഇങ്ങനത്തെ ഓപ്ഷൻസും വേണമല്ലോ. എസ്പെഷ്യലി തായ്ലൻഡിൽ കുറേ പേര് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. അവർക്ക് കാഴ്ചകൾ കാണണ്ട, അമ്പലങ്ങൾ കാണണ്ട, ഷോപ്പിംഗ് പോലും വേണ്ടാത്തവരുണ്ട്. സോ അങ്ങനത്തെവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു കൗയായി എന്നൊക്കെ പറയുന്ന ഒരു അൾട്ടിമേറ്റ് വെൽനെസ് ഡെസ്റ്റിനേഷൻ വരെയാന്ന് പറയാം. യുവർ മൈൻഡ്, ദർ ഇസ് നോ ട്രാഫിക്, ഇറ്റ്സ് കാം, ഇറ്റ്സ് പീസ്ഫുൾ, ഈസി ടു ആക്സസ്, അഫോർഡബിൾ, ഗുഡ് റിസോർട്ട്സ്, സ്വിമ്മിംഗ് പൂൾസ്, എല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ കൂടെ ഹൈക്കിങ്ങും അഡ്വഞ്ചറൊക്കെ വേണ്ടവർക്ക് അതും ചെയ്യാം. അപ്പോൾ എന്തായാലും വേറെ ഒരു ബ്യൂട്ടിഫുൾ കഫേയും കൂടെ കാണിച്ചു തരാം. പക്ഷെ അത് വെറും കഫേ അല്ല, ഇത് വെറും കഫേ അല്ലല്ലോ, അതുപോലെ അതും വെറും കഫേ. മതിയാവുന്നില്ല അല്ലേ? എടുത്ത് ആ ലാസ്റ്റ് അതും കൂടെ നോക്ക്, ആ ബോർഡിന് മുകളിലിരിക്കുന്ന മങ്കി. അപ്പൊ അതും അവൻ ഹാപ്പി ആയത്. വരണ്ടേ വേദുമായിട്ട്, നമ്മുടെ ഫുൾ ഗ്യാങ് ആയിട്ട് വരണ്ടേ? ഞാനും ഇവിടെ വരുമ്പോ അതെപ്പോഴും നമ്മള് ഷോപ്പിംഗ് നമ്മുടെ ആവശ്യത്തിന് വേദം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമല്ലേ. ഇനി അവന് വേണ്ടി ഒരു ട്രിപ്പ് ബാങ്കോക്കിലേക്ക് അടിക്കണം. ഭയങ്കര ഉൾപ്രദേശമാണ്. പക്ഷെ എനിക്ക് ആക്ച്വലി കേരളത്തിന്റെ ഒരു ഭയങ്കര ഫീലാണ് കിട്ടുന്നത്. ഇതൊക്കെ നോക്ക്, ഇപ്പൊ നിങ്ങൾ ഈ ഒരു പോർഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പക്കാ കേരളം പോലെ അല്ലേ തോന്നുള്ളൂ. പക്ഷെ ഉള്ളി തിങ് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത് കുറെ 7-Eleven-ഉം പിന്നെ കുറച്ച് വലിയ റിസോർട്ട്സും അമ്പലം ഉണ്ട്, കുളമുണ്ട്, അങ്ങനത്തെ ഒരു സെറ്റപ്പ് മൊത്തം. പക്ഷെ എന്നാലും ഭയങ്കര എൻജോയബിൾ. പക്ഷെ വണ്ടി വേണം, അല്ലാതെ ഇതൊന്നും നടക്കില്ല. ഓൺ കാർ വേണം. ശരിക്കും ഒരു കാടാണ്, ഒന്നുമില്ല, മിഡിൽ ഓഫ് നോവെയർ ആണ്. പക്ഷെ നോക്കിക്കോട്ടെ, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നതില്ലോ ആരുടെ സജഷൻ ഇല്ലാതെ. നോക്ക് എത്തിയിരിക്കുന്ന സ്ഥലം എന്താ റിവീൽ ചെയ്യട്ടെ, സ്ഥലം റിവീൽ ചെയ്യട്ടെ. പിന്നെ തിരിയാ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് വ്യൂ കാണുന്നത് ഇതുപോലത്തെ ഒരു ഏരിയ ആണ്. 50 ബാത്ത് കൊടുക്കണം, പക്ഷെ നമുക്ക് അത് അകത്തെ ഡ്രിങ്ക്സോ ഫുഡിന് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടും. സോ ആക്ച്വലി ഇറ്റ്സ് എൻട്രൻസ് ഇസ് ഫ്രീ ആൻഡ് ഇറ്റ് ഇസ് സോ സ്റ്റണിങ്. നമ്മൾ വന്ന് ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ഈ ഊഞ്ഞാലിന്ന് പോലും എഴുന്നേക്കാൻ തോന്നില്ല. യു ഹാവ് ഗുഡ് ഇംഗ്ലീഷ് മ്യൂസിക്, എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഏരിയ. അതിൻ്റെ അകത്തൊക്കെ കണ്ട AC ഉണ്ട്. സോ എയർ കണ്ടീഷൻഡ് വേണമെങ്കിൽ എയർ കണ്ടീഷൻഡിൽ ഇരിക്കാം. ഇറ്റ്സ് ജസ്റ്റ് സ്റ്റണിങ്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, കുറച്ച് ബ്യൂട്ടിഫുൾ ഷോർട്സ് എടുത്ത് കാണിക്കാം. അതെ, ഇതുപോലെ നടന്നു പോയി പാത്വേസ് ഒക്കെ ഉണ്ട്. ഇതുപോലെ നടന്നു പോയി ആ നടുക്ക് കാണുന്ന ബിൽഡിംഗ് കണ്ട, അതാണ് ഇവരുടെ റെസ്റ്റോറൻ്റ് അല്ല കഫേ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ സറൗണ്ടിങ്സ് ഒക്കെ മൗണ്ടൻസ് ആണ്. നമുക്ക് കാറ്റും അതെ. ഈ ഡ്രിങ്കിന്റെ ഭംഗി നോക്കി, ഈ ഗാർഡന് പറ്റിയ ഡ്രിങ്ക്സ് ആണ് അവരകത്ത്. അകത്ത് AC-യാ. നല്ല തണുത്ത റോസും സ്ട്രോബെറി ഒക്കെയാ ഫ്ലേവറും. ഞാൻ എടുത്തു. നൈസ് പ്ലേസ്. നോ എന്റെ കൂടെ പ്രിയയുടെ ഫ്ലവർ. ഞാൻ പറഞ്ഞില്ല മാച്ച് ആയിരിക്കും. ഒറ്റയ്ക്ക് പോലോ,
അകത്തേക്ക് പോവാം. നല്ല ചൂട് ഇവിടെ. അവിടെ നിന്ന് ഫോട്ടോ എടുക്കട്ടെ. ആ ബെസ്റ്റ്. ബ്ലോസം കഫേ. നമുക്ക് ചൂടത്തിരിക്കേണ്ട ഒരു കാര്യമില്ല. ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നേരെ ഉള്ളിൽ വരിക. ഗോട്ട് ബ്യൂട്ടിഫുൾ ഡെസേർട്ട്സ്, ബ്യൂട്ടിഫുൾ ഡ്രിങ്ക്സ്, തിരാമിസു, സ്ട്രോബെറി ചീസ് കേക്ക്, ഓറഞ്ച് മാൻഡറിൻ കേക്ക്, പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. നോക്കട്ടെ എന്താ ഓർഡർ ചെയ്തത്. എന്തായാലും ഡ്രിങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് 2 വലിയ AC വെച്ചിരിക്കുന്നത്. എന്തൊരു സുഖമല്ല അകത്ത്. വെളിയിൽ നല്ല ചൂട്. ശരിക്കും തണുപ്പുള്ള സ്ഥലമാണ് കൗയാന്ന് പറയാം. നമ്മുടെ മൂന്നാർ ഉച്ചയ്ക്ക് എങ്ങനെയുണ്ട് അതുപോലെ ഭയങ്കര ചൂട്, പൊള്ളുന്ന ചൂട്. ഈവനിങ് ആവാം പ്ലസന്റും. എന്തായാലും നല്ല സ്ഥലം. ഡ്രിങ്ക് നോക്ക്, ബ്ലൂവും സോഡ ബേസ്ഡ് ആയിട്ടുള്ള ബ്ലൂ ലൈമും പിന്നെ വേറെ എന്തോ പൈനാപ്പിളോ അങ്ങനെ എന്തോ ആണ്. പ്രിയയുടെ സ്ട്രോബെറിയും അങ്ങനെ എന്തോ എനിക്ക് തോന്നുന്നു ക്യാമോലിൻ ടീയോ അങ്ങനെ എന്തോ റിഫ്രഷിങ് നോ. അങ്ങനെ ബാക്ക് ടു ഹോം ടുമോറോ, ടു ദ ബിസി ലൈഫ്. ഇവിടുന്ന് വേഗം ഇറങ്ങുവാണ്. ശരിക്കും ഇതൊക്കെ കുറേ നേരം ഇരിക്കാനുള്ളത്. നിങ്ങൾക്ക് ഒരു സാധനം കൂടെ കാണിക്കാറുണ്ട്. ഒരു കിഡിലൻ ഹൈ ടീ ബട്ട് ബ്യൂട്ടിഫുൾ. കാരണം പോപ്പുലറും കൂടെയാണ് ഇപ്പം മനസ്സിലായി. നല്ല മ്യൂസിക് ഒക്കെ ഇവിടെ ഇടുന്നുണ്ട്. ടൂർ ബസ് ഇതേ വന്നു. പക്ഷെ ലോക്കൽസ് ആയിരിക്കുള്ളൂ കേട്ടോ. തായ് ലോക്കൽസ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചൈനക്കാരായിരിക്കും. ഇത് രണ്ടും ആയിരിക്കും മെയിൻ. എന്തായാലും പ്ലീസ് ഡു കം ഓൺ വിസിറ്റ് ആൻഡ് എൻജോയ് ഓൾ ദിസ് ഫോർ വെരി അഫോർഡബിൾ റേറ്റ്. ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഇപ്പം എൻട്രൻസും കൂടെ ഞങ്ങൾ 2 ഡ്രിങ്ക് ഓർഡർ ചെയ്തപ്പോൾ എത്രയാണ് 240, ഒരു 550-600 റുപ്പീസ്. ബട്ട് യു ക്യാൻ സിറ്റ് ഫോർ 2 hours 3 hours 4 hours എന്താണെങ്കിലും വേർത്തല്ല. ഇത്രയും നല്ല ഫോട്ടോസ് എടുക്കാനും എൻജോയ് ചെയ്യാനൊക്കെ. സോ കൗയായിൽ വരാൻ നോക്കുക. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് പോലും എനിക്കറിയില്ല. ഫൈനലി നമ്മുടെ ഈ എന്താ പറയുന്നത് ഈ ഒരു 2 days ട്രിപ്പ്, ബാങ്കോക്ക് ട്രിപ്പ് അവസാനിപ്പിക്കാനായിട്ട് നമ്മുടെ ഹോട്ടലിൽ തന്നെ വന്നു. ദിസ് പ്ലേസ് ഇസ് ഈവൻ മോർ പ്രിറ്റിയർ ദാൻ യെസ്റ്റർഡേ. ഇവിടുത്തെ ഹൈ ടീ കൂടെ കഴിച്ച് നമ്മൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്തൊരു ഭംഗിയെന്ന് അല്ലേ? എന്താ ചോ കോംപ്ലിമെന്ററി ഹൈ ടീ ആണ് ഇത്. നമുക്ക് ഇത് തന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാ? യു ഗോട്ട് സം ഫ്രഷ് ഫ്രൂട്ട് ടാർട്ട്, ഫ്രഷ് സ്ട്രോബെറി ജാം ആൻഡ് ക്രീം ആൻഡ് മഫിൻസ്, കോൺ, റെഡ് വെൽവെറ്റ് കേക്ക്. അടിയിലേക്ക് പോകുമ്പോഴേക്ക് സേവറിയിലേക്കായി. സോ യു ഗോട്ട് സം ഡംപ്ലിങ്സ്, അല്ല സോറി ഡംപ്ലിംഗ് അല്ല, സ്പ്രിംഗ് റോൾസ് പോലത്തെ, വാട്ടർമെലൺ വിത്ത് സം ബ്രൗൺ ഷുഗർ ആണെന്ന് തോന്നുന്നു, ആൻഡ് ബർഗർ. പിന്നെ അങ്ങറ്റത്ത് എന്താ പാനിപ്പൂരിയോ അതുപോലെ ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കട്ടെ. ബ്യൂട്ടിഫുൾ നോ? എന്താ ഇത്? കൗയായി വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയുള്ള കേട്ടോ. വാട്ടർമെലൺ എങ്ങനെയുണ്ടെന്ന്. ഓ വലിയ ടേസ്റ്റ് അല്ല കേട്ടാ. ഇങ്ങനെ വാട്ടർമെലണിൽ ഉണക്ക ചമ്മന്തിയാണ്, ഉണക്കമീൻ ചമ്മന്തിയും കുറച്ച് ഉപ്പും ചെറുതായിട്ട് മധുരവും ഇട്ടിരിക്കുന്നത്. എല്ലാ ഫ്ലേവറും കൂടെ കിട്ടുമ്പോൾ കൊള്ളാം. പക്ഷെ എന്നാലും ഉണക്ക ചമ്മന്തിയും വാട്ടർമെലണും. ഇത് നോക്കട്ടെ. ക്രിസ്പി ഡംപ്ലിങ്ങും അല്ല സ്പ്രിംഗ് റോൾ പോലത്തെ ഒരു സംഭവമാണ്. ഓ ഇത് ചെമ്മീനാണ്, വെരി ക്രിസ്പി. ഇത് ഒരു അടിപൊളി. എൻ്റെ കൂടെ സ്വീറ്റ് ആൻഡ് സ്പൈസി സോസ്. ഇനി ഇതെന്താന്ന് നോക്കട്ടെ കേട്ടോ. ശരിക്കും നമ്മുടെ പാനിപ്പൂരിയുടെ വെളിയിലത്തെ ഭാഗം. ഇതെന്താകും? എനിക്കൊരു തൈരുണ്ട്, മീറ്റൊന്നും കാണാൻ കിട്ടുന്നില്ല. ഒരു ദൈപൂരിയുടെ ടേസ്റ്റ്, പക്ഷെ അത്രയും മധുരമില്ല. അതാണ് എന്തൊക്കെയോ സാധനങ്ങൾ കഴിക്കുന്നുണ്ട് ഇങ്ങനെ. ഇതെന്താ? ഇത് ചിക്കനാന്ന് തോന്നുന്നു. അകത്ത് കുക്കുംബറിൻ്റെ അകത്ത് ചിക്കനാന്ന് തോന്നേ. ഓ ഇത് ഭയങ്കര ടേസ്റ്റ്. ഇത് ചിക്കൻ ഫ്രൈ, നമ്മുടെ ചിക്കൻ 65 പോലത്തെ ചിക്കൻ ഫ്രൈയും വെളിയിൽ കുക്കുംബറും. ഈ ഹൈറ്റിയുടെ ഗുണം എന്നറിയോ? ഞാൻ കുറച്ച് സ്നാക്സ് പയ്യെ കഴിച്ച് നമ്മൾ മറ്റേ ചിപ്സ് പോലെയാണെങ്കിൽ കുറേ കഴിച്ചുകൊണ്ടിരിക്കും. ഇതാകുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രം കഴിച്ച് ഭയങ്കര ഒരു ഫുൾനെസ്സും തോന്നിക്കും. ആ സമയത്ത് ഒരു എന്താ പറയുന്ന ഒരു ഇവൻ്റ് ആയിട്ട് തന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഒരു ബുഫയ്ക്ക് പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു സിറ്റ് ഡൗൺ ഡിന്നർ പോലെയൊക്കെ ടൈം എടുത്ത് ഒരു 2 hours ഒക്കെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ സെറ്റപ്പാണ് ആഫ്റ്റർനൂൺ ടീ. ഇത് ഒറ്റ വായ കഴിക്കാൻ പറ്റിയ ബർഗർ പറ്റില്ല, 2 വായ വേണം.
ഒരു ചെറിയ മിനിയേച്ചർ വേർഷൻ ഓഫ് ഫ്രഷ്ലി മെയ്ഡ് സിംഗർ ബർഗർ. ഫ്രഷ് ഫ്രൂട്ടാട്ട കൊള്ളാമോ? അടുത്തത് യോഡിയുടെ ഡൂസ് ഇത് കപ്പ് കേക്ക് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് സ്കോൺ എടുത്തിട്ട് ഈ സ്ട്രോബെറിയും ക്രീമും തേച്ചിട്ട് കഴിക്കുക. ലാസ്റ്റ് സ്ട്രോബെറി ജാം ആൻഡ് ക്രീം ആൻഡ് ഫൈനലി റെഡ് വെൽവെറ്റ്. സ്ട്രോബെറി എടുക്കുക, ക്രീം ഇടുക, എന്നിട്ട് ഒരു ബൈറ്റ്. അതിനോ ഇപ്പഴേക്ക് ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇഷ്ടം. മെയിൻ ഫുഡിനെ കാട്ടി കൂടുതൽ ഇഷ്ടം ഇതുപോലത്തെ ഈ സ്നാക്സും സ്കോൺസും കേക്ക്സും മഫിൻസും. അത് പക്ഷെ അധികം മധുരം പാടില്ല, മറ്റേ ചോക്ലേറ്റിയോ ഓവർ ഇന്റലിജന്റ് ആവാൻ പാടില്ല. ഇങ്ങനത്തെ സാധനങ്ങൾ കുറേ കഴിക്കും. ഗൈസ്, ഒരു കാര്യം കൂടെ കാണിക്കാറുണ്ട്. ഒരു വളരെ ഹാപ്പി കാര്യം കണ്ടിട്ടാ പോകുന്നത്. ഇറ്റ്സ് മൈറ്റ് ബി സിമ്പിൾ ബട്ട് ഇറ്റ്സ് റിയലി പവർഫുൾ എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഒരു രാജ്യം വിടുന്നതിന് മുമ്പ് എൻ്റെ റെയിൻബോ കണ്ട. സോ ഞങ്ങളുടെ ഹൈറ്റി ഒക്കെ കഴിഞ്ഞ് ഞാൻ ബ്യൂട്ടിഫുൾ പൂളിൽ ഇറങ്ങി. ഞാൻ വീഡിയോ അവസാനിപ്പിച്ചാണ്, പക്ഷെ ഇതും കൂടെ കണ്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരണം തോന്നി. ഞാൻ ഇവിടെ രാത്രി ഓപ്പൺ മൂവിയും കൂടെ പ്ലേ ചെയ്യാൻ പോകും, ഓപ്പൺ തിയേറ്റർ. സൂപ്പർ അല്ലേ? വെള്ളത്തിൽ വീഡിയോ എടുത്ത് ഡാൻസ് കളിച്ച് പെർഫെക്റ്റ് സെറ്റിംഗ്. ഇതും കൂടെ ഒന്ന് പറയാം കേട്ടോ. ബാക്കിൽ അവിടെ കുറച്ച് പേര് പിക്നിക് പോലെയൊക്കെ ഇരിക്കുന്നു. നമ്മുടെ കിഡിലൻ ഹോട്ടൽ റൂം, ഹോട്ടൽ മൂവൻപിക് ഹോട്ടൽ റിസോർട്ട് തന്നെ. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നോ ഗോൾഡൻ അവറിൽ അതിന് ഫുൾ മൗണ്ടൻസ്, കൂൾ ബ്രീസ്, ആൻഡ് അമേസിംഗ് സ്വിമ്മിംഗ് പൂൾ വിത്ത് ജക്കൂസി, കിഡ്സ് പൂൾ. ഇതല്ലാതെ ഇരിക്കാനും ലോഞ്ച് ചെയ്യാൻ ഒരു ഏരിയ, ഇതെന്റെ ഡ്രിങ്ക്, എല്ലാത്തിനും കൂടെ ഒരു ഓപ്പൺ തിയേറ്റർ. സൂപ്പർ. ജസ്റ്റ് എ പെർഫെക്റ്റ് സെറ്റിംഗ് ഫോർ ആൻ ഈവനിങ്. അത്രയും പറയാനുള്ളൂ.